മാം, അതുപോലെ ഈ സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഈ ഒരു സ്ട്രോക്കിന്റെ ഒരു ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ശരീരത്തിൽ? നമ്മൾ ഈ സ്ട്രോക്കിൽ ഒരു സൈഡിന് തളർച്ച വരും. പെട്ടെന്ന് ഒരാൾക്ക് ഒരു സ്വസ്ഥനായിട്ടിരിക്കുന്ന ആളായിക്കോട്ടെ, ഹൈപ്പർ ടെൻഷൻ വേണമെന്നുമില്ല, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഒരു തലവേദന പെട്ടെന്ന് സിവിയർ ആയിട്ട് വരുന്നു, തലയ്ക്ക് ആകെ ഒരു ഭാരം പോലെ തോന്നുന്ന ഒരവസ്ഥ വരാം. എന്നിട്ട് പിന്നെ വരാൻ സാധ്യതയുള്ളത് ഒരു സൈഡിന് തളർച്ച വരുന്നു, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് തോന്നുന്നു. പിന്നെ അതിൽ നമ്മൾ ആദ്യം വരാവുന്ന ഒരു ഒരു അവസ്ഥയാണ് ഒരു ഷോൾഡറിന് ഡ്രൂപ്പിംഗ് വരാം. ആ ഷോൾഡർ ഡ്രൂപ്പിംഗ് വരാം. മുഖം ഒരു സൈഡിലേക്ക് വേണമെങ്കിൽ ഫേഷ്യൽ പാൾസി എന്ന് പറയും. എല്ലാവർക്കും ഫേഷ്യൽ പാൾസി വരണം എന്നില്ല, എന്നാലും മുഖം ഒരു സൈഡിലേക്ക് കൂടിപ്പോകാം, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അതേപോലെ അതിൻ്റെ ഒപ്പം ഈ തല വല്ലാതെ വേദന കൂടുന്ന ഒരു അവസ്ഥയാവുമ്പോൾ നമ്മൾ പറയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി ഇതാണെങ്കിൽ അപ്പോൾ അവിടെയുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസിൽ നോക്കിക്കഴിയുമ്പോൾ CT ഒക്കെ നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ എമർജൻസി ആയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യും. ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് വഴി ഇതിൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും. അതിന് 4 hours ഏറ്റവും പെട്ടെന്ന് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ഹോസ്പിറ്റൽസിൽ തന്നെ പോകുന്നതാണ് നല്ലത്. ആയുർവേദത്തിൽ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു പക്ഷാഘാതം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ പറയും ത്രിദോഷങ്ങളും സപ്തധാതുക്കളും ഉണ്ട് ആയുർവേദത്തിൽ. ഈ ത്രിദോഷങ്ങളിൽ വാതകഫജമായിട്ടുള്ള ഒരു രോഗമാണ് പക്ഷാഘാതം. അതുപോലെ തന്നെ സപ്തധാതുക്കളുണ്ട്: രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. ഇതിൽ ഈ അസ്ഥിയും ശുക്ലവും ഒഴികെ എല്ലാ ധാതുക്കൾക്കും ഇൻവോൾവ്മെന്റ് വരുന്നതാണ്. അതായത് നമ്മൾ ഒരു അസുഖം വരുമ്പോൾ ആമാവസ്ഥ എന്ന് പറയും. ആമാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദഹനം നടക്കണമെങ്കിൽ അഗ്നി വേണം. അഗ്നി ഡൈജസ്റ്റീവ് പവർ. ആ പവർ ശരിയല്ലാത്ത രീതിയിൽ നടക്കുമ്പോൾ ഒരു ധാതുവിൽ നിന്നാണ് അടുത്ത ധാതു ഉണ്ടാകുന്നത്. രസത്തിൽ നിന്ന് രക്തം ഉണ്ടാവും, അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇടയ്ക്കൊരു സ്രോതോരോധം വരും, ഇടയ്ക്കുള്ള ചാലൻസിൽ ബ്ലോക്ക് വരും. ആ ബ്ലോക്ക് വരുമ്പോൾ അടുത്ത ധാതു ഉണ്ടാവുന്നില്ല, പരിണമിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ധാതുക്ഷയം സംഭവിക്കും. ഇതാണ് നമ്മുടെ ബ്രെയിനിലും ഈ പറഞ്ഞ സ്ട്രോക്കിൽ സംഭവിക്കുന്നത്. നമ്മുടെ രസരക്തജമായിട്ടുള്ള ആമാവസ്ഥ മൂലം ഒരു ബ്ലോക്ക് വരും. അതൊക്കെ ഈ പിച്ചിലം എന്നൊക്കെ പറയും. വഴുവഴുപ്പ് എന്നുള്ള ഒരു അർത്ഥം വരുന്ന ആ ഒരു അവസ്ഥ വരുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവാം. ആ ബ്ലോക്ക് വരുന്നത് വഴി അവിടെ ചെന്ന് ധാതുക്ഷയം ഉണ്ടാവും. അതാണ് ഈ മോഡേൺ കൺസെപ്റ്റിൽ സംഭവിക്കുന്നത്. ബ്രെയിനിൽ സെൽസിന് ഡാമേജ് വരുന്നത് വഴി വരുന്നതാണ് ഈ ലക്ഷണങ്ങൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ ചലനത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നു, സ്തബ്ധത ഉണ്ടാവുന്നു, പക്ഷങ്ങൾക്ക് ഇതുണ്ടാവുന്നു, ഒരു ചേഷണ ഇല്ലാത്ത അവസ്ഥ വരുന്നു. അതാണ് പക്ഷാഘാതത്തിൽ സംഭവിക്കുന്നത്.